നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാഥമിക അവലോകനവുമായി രാഷ്ട്രീയ പാർട്ടികൾ. തിരിച്ചടി നേരിട്ട ഇടങ്ങളിലെ രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുമായി മുന്നോട്ടു പോകാൻ സജീവമായി ഇടപെടലുമായി നേതൃത്വങ്ങൾ. തെരഞ്ഞെടുപ്പിൽ വിജയാഹ്ലാദവുമായി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ കണ്ടെത്താനും അണിയറ നീക്കങ്ങൾ സജീവം. തർക്കങ്ങളില്ലാതെ സാരഥികളെ നിശ്ചയിക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് പാർട്ടി നേതൃത്വം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3 അംഗ സംഘം അടിച്ചു തകർത്തത്. 3 പേർ കസ്റ്റഡിയിൽ. ചാവക്കാട് പാലയൂരിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനം ടോറസ് ലോറിയുടെ അടിയിൽ കുടുങ്ങി അപകടം. ഗൃഹനാഥന് പരിക്കേറ്റു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. വിജയത്തിൽ ആഹ്ലാദവുമായി പാർട്ടികൾ. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. ആധികാരികമായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി UDF. ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റിലും വിജയിച്ചാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമുന്നേറ്റം. കഴിഞ്ഞ തവണ 1 സീറ്റ് ഭൂരിപക്ഷത്തിലായിരുന്നു UDF ഭരണം. എന്നാൽ ഇക്കുറി എതിരാളികളുടെ സാന്നിധ്യം നാമമാത്രമാക്കിയാണ് UDFന്റെ ഭരണനേട്ടം. LDFിൽ നിന്ന് അണ്ടത്തോട് ഡിവിഷനിൽ ലതിക തുളസീദാസ്, തൃപ്പറ്റ് ഡിവിഷനിൽ V അപ്പുമാസ്റ്റർ എന്നിവരാണ് വിജയിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ, തങ്ങൾപടി ഡിവിഷനിൽ നിലവിലെ മെമ്പറും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഷൈനി ഷാജിയെ പരാജയപ്പെടുത്തിയതും വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു എടക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ചതും ശ്രദ്ധ നേടി. മന്നലാംകുന്ന് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. അതുകൊണ്ടുതന്നെ ഇത്തവണ മന്നലാംകുന്ന് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇവിടെ UDFിലെ സുബൈദ പാലക്കൽ 2492 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു. ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായില്ല. ഇത് CPM BJP ധാരണയാണെന്ന് UDF ആരോപിച്ചിരുന്നു. പൊതുവെ UDFിന് ആഭിമുഖ്യമുള്ള ബ്ലോക്ക് പഞ്ചായത്താണ് ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കക്കാട്ട് ഗോവിന്ദൻകുട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസിലെ പ്രമുഖ നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഗോവിന്ദൻകുട്ടി പാർട്ടി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത്. ജനകീയവേദിയുടെ സ്ഥാനാർത്ഥിയായ ഗോവിന്ദൻകുട്ടി 290 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ MM സലീം ആയിരുന്നു UDF സ്ഥാനാർത്ഥി. ഷൈജു തൈക്കാടനായിരുന്നു LDF സ്ഥാനാർത്ഥി. കടങ്ങോട് റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച് വാർഡിലൂടെ സഞ്ചരിച്ച് തിപ്പല്ലൂർ സബ്സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. വാർഡിലെ മുഴുവൻ വീടുകളിലും കയറി നിയുക്ത മെമ്പർ ഗോവിന്ദൻകുട്ടി ലഡു വിതരണം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തു. ജനകീയവേദി പ്രവർത്തകരായ നസീമ ഷംസുദ്ദീൻ, PS ബാലകൃഷ്ണൻ, മുരളി, ജോസ് തറയിൽ, AV ജയൻ, സംഘം വിനോദ്, സതീശൻ മുള്ളത്ത്, മനോജ്, നവീൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച സജീവമായി. ഇത്തവണ വനിതയ്ക്കാണ് ചെയർപേഴ്സൺ സ്ഥാനം. 3 തവണ തുടർച്ചയായി വിജയിച്ച ബിന്ദു അജിത് കുമാറിനെയും 2ാം തവണ കൗൺസിലറായ സുനിത അരവിന്ദനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചേക്കും. സുനിത തമ്പുരാൻപടി ലോക്കൽ കമ്മിറ്റിയിലും ബിന്ദു പാലുവായ് ലോക്കൽ കമ്മിറ്റിയിലും അംഗമാണ്. കഴിഞ്ഞ കൗൺസിലിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയാണ് ബിന്ദു. 2 തവണ കൗൺസിലറായ രതി ജനാർദ്ദനനും പരിഗണനയിലുണ്ട്. 21-ന് കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും.
ഇതിനു മുമ്പ് ചെയർപേഴ്സൺ സ്ഥാനം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തും. 4 വർഷം CPM-നും 1 വർഷം CPI-ക്കും എന്ന രീതിയാണ് ഏറെക്കാലമായി തുടർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് 5 വർഷം ചെയർമാൻ സ്ഥാനം CPM-നും 5 വർഷം വൈസ് ചെയർമാൻ സ്ഥാനം CPI-ക്കുമായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തും വെച്ച് മാറ്റമുണ്ടായില്ല. 23 സീറ്റ് നേടിയ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനാവില്ല. CPM വിമതയായി മത്സരിച്ച് വിജയിച്ച ലിസി ബൈജുവിനെ അംഗീകരിച്ചാൽ ഭൂരിപക്ഷം തികയ്ക്കാനാകും. കാൽ നൂറ്റാണ്ടായി തുടരുന്ന വിജയം ആഘോഷമാക്കി ഗുരുവായൂരിലെ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. കാവടികളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും DJ-യും അണിനിരന്നു. തുടർന്ന് നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷറർ PS ജയൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസ്, CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, M മോഹൻദാസ്, AS മനോജ് എന്നിവർ സംസാരിച്ചു. ചരിത്രമുറങ്ങുന്ന ഗുരുഭവനപുരിയുടെ ഹൃദയഭൂമിയിൽ കഴിഞ്ഞ 25 വർഷത്തിന്റെ മഹത്തായ മൂല്യങ്ങളുടെ ഇന്നത്തെ ചേർത്ത് പിടിച്ച് പോളിംഗ് ബൂത്തിലേക്ക് അഭിമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF തുടർ ഭരണത്തിലെത്തിയതിൽ LDF വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളോടെ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച സ്വപ്ന പ്രദീപ്, ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച വിവേക് VV, KV ഷൈബു, രാജി സോമൻ, ഷീജ അനന്തൻ എന്നിവർ പങ്കെടുത്തു. LDF നേതാക്കളായ PC അബാൽമണി, KM അഷ്റഫ്, TK മനോജ് കുമാർ, TK ശിവൻ, PT ജോസഫ്, OS മനോജ്, PB ബിബിൻ, PL ജോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് UDF സ്ഥാനാർത്ഥി NK കബീറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. LDF സ്ഥാനാർത്ഥി CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫിനെയാണ് 139 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. കരിയന്നൂരിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രഘു കരിയന്നൂർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ KV ഹൈദർ, റസാഖ് എരുമപ്പെട്ടി, MP ഷംസുദ്ദീൻ, സതി മണികണ്ഠൻ, ചാന്ദിനി പ്രഭാകരൻ, അലി അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തു വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിച്ച UDF പോർക്കുളം പഞ്ചായത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഭരണം തിരിച്ചുപിടിക്കാൻ സഹായിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മങ്ങാട് വെട്ടിക്കടവിൽ നിന്നും 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടെ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി ആരംഭിച്ച വാഹന റാലി വിജയിച്ച മുഴുവൻ വാർഡുകളിലും പര്യടനം നടത്തി വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ 8 സീറ്റുകൾ നേടിയാണ് UDF ഭരണം പിടിച്ചെടുത്തത്. LDF-ന് 5 സീറ്റും NDA-ക്ക് 1 സീറ്റും മാത്രമാണ് ലഭിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ കാവീട് 46-ാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ നിസിത ശിവരാമൻ വിജയിച്ചതിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ PR രജീഷ്, പജിൽ ജോഫി കുര്യൻ, സുബ്രഹ്മണ്യൻ, അമ്മിണി വിനയൻ, AC വിനയൻ പനക്കൽ, ഗ്രഫിത് കുമാർ, ജഗന്നാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് ഗൃഹനാഥയെ വീട്ടിൽ കയറി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെലക്കാട്ട് പയ്യൂർ അമ്പലത്ത് വീട്ടിൽ ഹാഷിമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രി 9:30-ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തനിച്ച് താമസിക്കുകയായിരുന്ന പ്രായമായ സ്ത്രീയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പരാതിയിൽ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. തിങ്കളാഴ്ച രാവിലെ 11:30 കേച്ചേരിയിൽ വെച്ചാണ് സംഭവം. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. മുബാറക് താമസിക്കുന്ന പ്രദേശമായ കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു അക്രമി സംഘം അടിച്ചു തകർത്തത്. വീതി കുറഞ്ഞ റോഡിൽ ബൈക്കിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു അക്രമം അഴിച്ചുവിട്ടത്. കാറിന് നേരെ അക്രമം നടക്കുമ്പോൾ മുബാറക്കിന്റെ കുടുംബവും വാഹനത്തിലുണ്ടായിരുന്നു. കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ചില്ലുകളാണ് തകർത്തിട്ടുള്ളത്. ബൈക്കിലെത്തിയ സംഘം കല്ലുപയോഗിച്ചാണ് അടിച്ച് തകർത്തിട്ടുള്ളത്. കാറിന്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. മുബാറക്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് പാലയൂരിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനം ടോറസ് ലോറിയുടെ അടിയിൽ കുടുങ്ങി അപകടം. ഗൃഹനാഥന് പരിക്കേറ്റു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11-നാണ് സംഭവം. ചാവക്കാട് നിന്നും പൂവത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുടെ അടിയിലാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനം കുടുങ്ങിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ബറ്റാലിയൻ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ആർത്താറ്റ് പ്രദേശത്തെ വിവിധ അങ്കണവാടികളുടെ കുട്ടികൾക്കായി വർണ്ണച്ചിരി 2K25 എന്ന പേരിൽ കളറിംഗ് മത്സരവും വിവിധ മത്സരങ്ങളും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഷിജു മാപ്രാണത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA ബിജു അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് കൃഷ്ണപ്രിയ, സെന്റ് ലൂസിയ കോൺവെന്റിലെ സിസ്റ്റർ അഞ്ജന SKD എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് മരിയ VJ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ആൽബർട്ട് ക്രിസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. വിജയികളായവർക്കും പങ്കെടുത്തവർക്കും ട്രോഫികളും മെഡലും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 38-ാം സുവിശേഷ മഹായോഗം സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന സന്ധ്യാ നമസ്കാരത്തിനു ശേഷം സഭാ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച യോഗത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദർ നോബിൻ ഫിലിപ്പ് വചന പ്രഘോഷണം നടത്തി. തുടർന്ന് മെത്രാപ്പൊലീത്ത സന്ദേശം നൽകി. വിവിധ ദിവസങ്ങളിലായി വൈദിക ശ്രേഷ്ഠരുടെ വചന പ്രഘോഷണം, ഗാനശുശ്രൂഷ, വൈദിക കുടുംബസംഗമം, വനിതാ സമാജം ക്യാമ്പ്, മദ്ബഹ ശുശ്രൂഷ സംഘത്തിന്റെയും ഗായക സംഘത്തിന്റെയും ക്യാമ്പുകൾ എന്നിവ ഉണ്ടായിരുന്നു. പാരിഷ് ഹാളിൽ മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, വൈദികരായ പ്രിൻസ് ഐ കോലാടി, തോമസ് കുര്യൻ, ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതുവർഷത്തിലെ സഭാ വേദവായനാ കാർഡിന്റെ പ്രകാശനം ചടങ്ങിൽ തിരുമേനി നിർവഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മഹാസുവിശേഷ യോഗത്തിന് സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, ട്രഷറർ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, പ്രോഗ്രാം കൺവീനർ CP ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള വാഗ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പിയാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഹാജറാബി അധ്യക്ഷയായി, അൽഫോൺസ, അജിത ബിജു എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഓമന ശ്രീധരൻ വാർഷിക റിപ്പോർട്ടിന്റെയും ട്രഷറർ രേവതി ബിനീഷ് വരവ് ചെലവ് കണക്കിന്റെയും അവതരണം നടത്തി. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത 1-2 സ്ഥാനക്കാർക്ക് ഏരിയ പ്രസിഡന്റ് ജീന ബാബു സമ്മാനദാനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി PJ ജോൺസൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ സുശീല സതീശൻ, യൂണിറ്റ് ഭാരവാഹികളായ MR രേഷ്മ, കൃഷ്ണേന്ദു എന്നിവർ സംസാരിച്ചു. AKTA വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മിനി വിനീഷ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV ജോൺസൺ, ഏരിയ ട്രഷറർ PV ഇന്ദിര എന്നിവർ സംസാരിച്ചു.
കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പഴയ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിന് കൊടിയേറ്റം നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് തോമസ് പോൾ റമ്പാൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ സി, പെരുന്നാൾ കൺവീനർ ലാവോസ് PV എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 25, 26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെങ്കിടങ്ങ് കോറളി അയ്യപ്പ സേവാ സംഘം ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറളി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി നടന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30 കരിവന്തല ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ ഈണത്തിൽ ശരണമന്ത്രങ്ങളുടെ അകമ്പടിയോടെ അലങ്കരിച്ച രഥത്തിൽ ശ്രീ ധർമ്മശാസ്താവിനെ കോറളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്കു പാർട്ടിയാണ് വിളക്കാഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കൈലേന്തിയ താലങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചുള്ള വിളക്ക് ഘോഷയാത്ര കോറളി നരസിംഹമൂർത്തി ക്ഷേത്രാങ്കണത്തിൽ സജ്ജമാക്കിയ വിളക്കു പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത അന്നദാനത്തിന് ശേഷം വിളക്കുപന്തലിൽ ശാസ്താംപാട്ട് അരങ്ങേറി. പുലർച്ചെ 3 മണി മുതൽ തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം തുടങ്ങിയ ആചാര പ്രകടനങ്ങളോടെ വിളക്കാഘോഷത്തിന് പരിസമാപ്തിയായി. ദേശവിളക്കിനോടനുബന്ധിച്ച് വൈകിട്ട് 7:30 മുതൽ ക്ഷേത്രത്തിൽ ഭജനയും അരങ്ങേറിയിരുന്നു. എരുമപ്പെട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ശ്രീ ദുർഗ മാതൃസമിതിയുടെയും ദേശവാസികളുടെയും നേതൃത്വത്തിലാണ് 11ാമത് ദേശവിളക്കവും അന്നദാനവും നടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുവാദ്യത്തിന്റെയും താലങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ മാട്ടവീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക വിളക്ക് സംഘം, പട്ടിശ്ശേരി വിളക്ക് സംഘവുമാണ് വിളക്കിന് കാർമ്മികത്വം വഹിച്ചത്. അയ്യപ്പ ജനനം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട എന്നിവ നടന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് നാരായണൻ അമ്പക്കാട്ട്, സെക്രട്ടറി ലീല ഉണ്ണികൃഷ്ണൻ, വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശാന്ത കുട്ടപ്പൻ എന്നിവർ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. നെല്ലുവായ് യൂണിയൻ ഓഫീസ് പരിസരത്ത് നടന്ന പതാക ദിനം CITU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ബൈജു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, PT ദേവസി, AG ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ മോട്ടോർ പമ്പ് സെറ്റിനിടയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാരക്കാട് റോഡിൽ പുത്തൻപുരയിൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച രാത്രിയാണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,410 രൂപ, പവന് 99,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം കുന്നംകുളം ചൊവ്വന്നൂർ പള്ളിക്കര വീട്ടിൽ മോഹനൻ നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ ഭാര്യയും മഞ്ജു, മബി എന്നിവർ മക്കളുമാണ്. ചിറ്റാട്ടുകര കിഴക്കേതല പുലിക്കോട്ടിൽ പരേതനായ കൊച്ചപ്പൻ മകൻ ബോബൻ നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. മേരി മാതാവും സൈനാനി ഭാര്യയുമാണ്. ജാനറ്റ് ജാക്സൺ എന്നിവർ മക്കളാണ്. ചെറുവത്താണി കല്ലായിൽ പരേതനായ കറപ്പൻ മകൻ കരുണാകരൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാനുമതി ഭാര്യയും നിഷാദ്, നിഷ എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി താനപ്പറമ്പിൽ അമ്പലത്തിന് സമീപം ഐശ്വര്യ നഗറിൽ താമസിക്കുന്ന ചീരൻ കൊച്ചാപ്പു മകൻ കൊച്ചുമാത്തു നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30 കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ നടക്കും. കൊച്ചു തെരേസിയാണ് ഭാര്യ. മിനി, ജോഷി, സിനി, ജോബി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാഥമിക അവലോകനവുമായി രാഷ്ട്രീയ പാർട്ടികൾ. തിരിച്ചടി നേരിട്ട ഇടങ്ങളിലെ രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുത്തലുമായി മുന്നോട്ടു പോകാൻ സജീവമായി ഇടപെടലുമായി നേതൃത്വങ്ങൾ.
തെരഞ്ഞെടുപ്പിൽ വിജയാഹ്ലാദവുമായി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരെ കണ്ടെത്താനും അണിയറ നീക്കങ്ങൾ സജീവം. തർക്കങ്ങളില്ലാതെ സാരഥികളെ നിശ്ചയിക്കുന്നതിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് പാർട്ടി നേതൃത്വം. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാർ അടിച്ചു തകർത്തു. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി സ്വദേശിയുമായ ഊക്കയിൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് 3-അംഗ സംഘം അടിച്ചു തകർത്തത്. 3 പേർ കസ്റ്റഡിയിൽ. ചാവക്കാട് പാലയൂരിൽ ഇലക്ട്രിക് ഇരുചക്രവാഹനം ടോറസ് ലോറിയുടെ അടിയിൽ കുടുങ്ങിയ അപകടം. ഗൃഹനാഥന് പരിക്കേറ്റു. തെക്കൻ പാലയൂർ ഓസാര വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുവിനാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.